വീട് വെക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് സേവ് ചെയ്യാനായിട്ടൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടും കണ്ടു നോക്കാം. ഈ ഒരു വീട് കണ്ടോ, നമ്മുടെ നാട്ടിൽ ട്രഡീഷണൽ വീടാണ്. ഇതിനകത്ത് വിൻഡോസ് ഒക്കെ സാധാരണ രീതിയിലുള്ള വിൻഡോസാണ്. ഇപ്പോഴും നമ്മുടെ നാട്ടുകളിൽ കോൺട്രാക്ടേഴ്സ് ഒക്കെ വിൽക്കുന്ന വീടുകളിൽ അത്രയും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. 2 ഷട്ടർ വിൻഡോ, 3 ഷട്ടർ വിൻഡോ എന്നൊക്കെ ഉള്ളതാണ് സ്റ്റാൻഡേർഡ്. നിങ്ങൾ ഈ ഒരു ഇമേജ് നോക്കേ, ഒരുപാട് തരത്തിലുള്ള വിൻഡോസ് കാണാം, വെന്റിലേറ്റേഴ്സ് കാണാം, പല ഡിസൈൻസ് കാണാം. ഇത് നമ്മൾ പഴയ രീതിയിൽ ശീലിച്ചൊരു കാർപ്പൻറ്റർക്ക് എടുത്ത് കൊടുത്താലോ, കഴിവുള്ള ഒരാളല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ 3ഓളം പ്രൊജക്ട്സിൽ കാർപ്പൻറ്റേഴ്സ് കാരണം 40% ഓഫ് തടിയും വിറകായിട്ട് പോകുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കേപ്പബിൾ ആയിട്ടുള്ള ടീം മെമ്പറിന് മാത്രം നിങ്ങൾ വർക്ക് ചെയ്യാൻ കൊടുക്കുക. കാർപ്പൻറ്ററിയുടെ കേസിൽ മാത്രമല്ല, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, മീസൺറി, സിവിൽ വർക്ക്, കോൺട്രാക്ട് വർക്ക്, ടൈൽ വർക്ക് എല്ലാം ഇതുപോലെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുള്ളത് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ വർക്ക് കൊടുക്കുക. അതല്ലെങ്കിൽ ഒരുപാട് നഷ്ടം അതുവഴി വരാൻ സാധിക്കും. ഒരു ആർക്കിടെക്റ്റിന് ഇതെല്ലാം കവർ ചെയ്യണമെന്നില്ല, പക്ഷേ അവയർനെസ് തരാൻ പറ്റും. ചിലപ്പോൾ ഒരുപാട് ആൾക്ക് ഇത് അറിയില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇത് കോമൺ ആയിട്ട് സംഭവിക്കുന്നത്. ഷെയർ ചെയ്ത് കൊടുക്കുക. അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. അടുത്ത വീഡിയോയിൽ കാണാം.